നമസ്കാരം. നമസ്കാരം. ഞാൻ രാജേഷ്. ഞാൻ ദീപ. എൻ്റെ വീട് പട്ടാമ്പിക്കടുത്ത് നെല്ലിക്കാട്ടി എന്ന പ്രദേശത്തിലാണ്. കഴിഞ്ഞ പല വർഷങ്ങളായി ഞാൻ വൃക്കരോഗ സംബന്ധമായ ചികിത്സയിലാണ്. പെട്ടെന്നാണ് രോഗം മൂർച്ഛിച്ചതും ഡോക്ടർ ഉടനെ വൃക്ക മാറ്റിവെക്കുന്നതിനായി ഉപദേശിക്കുകയും ചെയ്തത്. ഞാൻ ബി പോസിറ്റീവ് രക്തഗ്രൂപ്പ് ആയതുകൊണ്ട് അതേ ഗ്രൂപ്പിലുള്ള വ്യക്തിയുടെ വൃക്ക ആവശ്യമായി വരികയും അതിനായി പല സ്ഥലങ്ങളിലും അന്വേഷിക്കുകയും എൻ്റെ ഭാര്യ ദീപ വൃക്ക നൽകാൻ തയ്യാറാവുകയും അവരുടെ രക്തഗ്രൂപ്പ് എ പോസിറ്റീവായതിനാൽ അത് യോജ്യമല്ലെന്ന് മനസ്സിലായി. കൂടാതെ 1-2 പേർ വൃക്ക ദാനം നൽകാനായി തയ്യാറായെങ്കിലും ചില പ്രത്യേക കാരണങ്ങളാൽ അവരുടേത് യോജ്യമല്ലെന്ന് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തു. ദൈവനിമിത്തം എന്ന് പറയട്ടെ, ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീമാൻ ഇ ബി രമേഷ് സർ അവരെ പരിചയപ്പെടാനും അദ്ദേഹത്തിൽ നിന്ന് നിർദ്ദേശങ്ങളും പലവിധ സഹായങ്ങളും ലഭിക്കുവാൻ ഇടയാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കോഴിക്കോട് ആശ്രമിംസ് ആശുപത്രിയുമായി ബന്ധപ്പെടുകയും അവരുടെ CEO ശ്രീമാൻ ഫർഹാൻ യാസിനുമായി കോൺടാക്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹത്തെ സന്ദർശിക്കുകയും ചെയ്തു. കാസർഗോഡ് നിന്നുള്ള മറ്റൊരു ദമ്പതികളായ സതീഷ് കുമാർ ശോഭ ദമ്പതികളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിലുള്ള സതീഷ് കുമാറിലേക്ക് വൃക്ക അന്വേഷിക്കുകയായിരുന്നു അവർ. ശ്രീമതി ശോഭയ്ക്ക് ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയതിനാൽ അവരുടെ വൃക്ക ഭർത്താവിന് ദാനം ചെയ്യാൻ കഴിയാതെ എന്നെപ്പോലെ വിഷമിച്ചിരിക്കുകയാണ് അവർ രണ്ടുപേരും. ഈ സമയത്തിലാണ് ഞങ്ങളുടെ ഈ കൂടിക്കാഴ്ച സ്വാബ് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന ഒരു പുതു പ്രക്രിയയിലേക്ക് ആരംഭിക്കുന്നത്. ദീപയുടെ വൃക്ക സതീഷിനും ശോഭയുടെ വൃക്ക എനിക്കും നൽകാൻ സമ്മതമാണെങ്കിൽ ഈ ശസ്ത്രക്രിയ നടത്താമെന്ന് ആശ്രമിംസ് ഹോസ്പിറ്റലിലെ ട്രാൻസ്പ്ലാന്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അവർ ഞങ്ങളെ അറിയിക്കുകയും തുടർന്ന് ശസ്ത്രക്രിയാ വിദഗ്ധനും നെഫ്രോളജിസ്റ്റുമായ ഡോക്ടർ സജിത് നാരായണനുമായി ഞങ്ങൾ സംസാരിക്കുകയും അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ കോർഡിനേറ്റർ ശ്രീമതി ആൽഫി മിജോ അവരുമായി ഞങ്ങൾ നിരന്തരം ചർച്ചകൾ നടത്തി. ഇത് സ്വാബ് ട്രാൻസ്പ്ലാന്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ചുരുങ്ങിയ ചെലവിൽ ഞങ്ങളുടെ ശസ്ത്രക്രിയ ലളിതമായി സമ്മർദ്ദരഹിതമായി വളരെ വിജയകരമായി നടത്തിത്തരുകയും ചെയ്തു. നെഫ്രോളജിസ്റ്റ് ഡോക്ടർ സജിത് നാരായണൻ, യൂറോളജിസ്റ്റ് ഡോക്ടർ രവികുമാർ, CEO ഫർഹാൻ യാസിൻ, ദയാ ട്രസ്റ്റ് ചെയർമാൻ ശ്രീമൻ ഇ ബി രമേഷ് സാർ എന്നിവർക്ക് ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും പ്രാർത്ഥനയോടൊപ്പം ഇനിയും ഇത്തരത്തിലുള്ള എല്ലാവിധ പ്രവൃത്തികളിലും അവർക്ക് ഇടപെടാൻ സർവേശ്വരൻ ഇട നൽകട്ടെ എന്ന് ഈ സംവത്സരത്തിൽ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. പുതിയ വർഷം പുത്തൻ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ച് പുതുമകൾ പലതും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസ.